ആദ്യ തവണ ഗെയിം കളിച്ചപ്പോൾ തന്നെ ചീറ്റ് ചെയ്ത് തോൽപ്പിച്ച ജനറൽ ഷിന്നിനോട് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ രണ്ടാമതും ഹൂഷു ഗെയിം കളിക്കാൻ എത്തുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ഇത്തവണ ജയിച്ചേ അടങ്ങുള്ളൂ എന്ന വാശിയിലാണ് അവൾ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ക്യാരക്ടറിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ അവൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് അന്ന എന്നാണ്. അവൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ജനറൽ ഷിന്നിനെ മേയർ ആവാൻ സഹായിക്കുകയാണ് അവളുടെ ഇപ്പോഴത്തെ മിഷൻ. മാത്രമല്ല അവൻ്റെ വിശ്വാസം പിടിച്ചുപറ്റി അവനെ കൊണ്ട് ഒരു ഡോക്യുമെൻറ്റിൽ അവൾ സൈൻ ചെയ്യിക്കണം. പുറമെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്കൊരു സീക്രട്ട് ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ പോലീസ് ചീഫ് അവളെ ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും അയാളുടെ ആളാണ്, ജനറൽ ഷിന്നിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അവനെ ചീറ്റ് ചെയ്ത് ശരിക്കും പോലീസ് ചീഫിനെ നേരാവാൻ ഹെൽപ്പ് ചെയ്യുകയാണ് അവളുടെ ശരിക്കുള്ള മിഷൻ. അതുകൊണ്ട് തന്നെ ഈ അന്ന എന്ന ക്യാരക്ടർ ഹൂഷുവിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു. കാരണം ജനറൽ ഷിന്നിനോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ ഗെയിം ഇപ്പോൾ കളിക്കാനായി വന്നിരിക്കുന്നത് തന്നെ. ഈ ഒരു ക്യാരക്ടറിലൂടെ ഉറപ്പായും അത് സാധിക്കുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സന്തോഷത്തോടെയാണ് അവൾ ഗെയിം കളിക്കാനായി ചെന്നത്. ഗെയിം സിറ്റിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം തന്നെ ആ ചീഫിനെ പോയി കാണുന്നു. മുമ്പ് അവളെ രക്ഷപ്പെടുത്തിയ സമയത്ത് ചീഫ് അവൾക്ക് നൽകിയ ഒരു ടോക്കൺ ഉണ്ടായിരുന്നു. അത് കാണിക്കുമ്പോൾ അവളെ അദ്ദേഹത്തിന് ഓർമ്മ വരുമെന്നായിരുന്നു അവൾക്ക് കിട്ടിയ ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ആ ടോക്കൺ അവൾ അയാളെ കാണിക്കുന്നു. അങ്ങനെ അയാൾ അത് അന്നയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ ടോക്കൺ കയ്യിൽ വാങ്ങിയിട്ട് ചീഫ് അവളോട് വളരെ ഇൻറ്റിമേറ്റ് ആണ് എന്നുള്ള രീതിയിൽ അവളെ വീണ്ടും കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഹൂഷുവിന് ഇതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആ ക്യാരക്ടറിനെ അവൾക്ക് അങ്ങോട്ട് തീരെ പിടിച്ചിട്ടേയില്ല. പോരാത്തതിന് അവനാണെങ്കിൽ കുറേ ബോറൻ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് ജനറൽ ഷിന്നിനെതിരായിട്ടുള്ള ആ തെളിവ് എവിടെ അത് തനിക്ക് തരാൻ അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അയാൾ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ചെറിയ മെഡൽ എടുത്ത് അവൾക്ക് നൽകുന്നു. അവൻ്റെ ഗൺ കൂടി അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവന് അത് നൽകേണ്ടി വരുന്നു. അതും പോരാഞ്ഞിട്ട് കുറച്ച് പണം നൽകാനും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ കൊള്ളയടിക്കുന്നത് പോലെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീഫ് അത് നൽകിയത്. ജനറൽ ഷിന്നെങ്ങാനും ഇക്കാര്യം കണ്ടുപിടിച്ചാൽ തന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തിയേക്കരുതെന്ന് കൂടി അയാൾ പറയുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ച് അവൾ പണവും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. ജനറൽ ഷിന്നിൻ്റെ ഓഫീസ് റൂമിൽ ആ മെഡൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവനെ കൊടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ അവൾ അവൻ്റെ ഓഫീസിലെത്തുന്നു. പക്ഷേ വാതിൽ തുറന്നപ്പോൾ അകത്ത് നിന്ന് ആരോ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പിന്നീടാണ് അവൾക്ക് മുന്നേ അവിടെ എത്തിയിരിക്കുന്ന കള്ളന്മാരാണത് എന്നവൾക്ക് മനസ്സിലാവുന്നത്. ആ മുറിയൊക്കെ അവർ എന്തോ തിരിഞ്ഞത് കാരണം ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവരെന്തോ മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായത്. പക്ഷേ അവരത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങൾ ജനറൽ ഷിന്നിൻ്റെ ആൾക്കാരാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുന്നു. അയാൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ജനറൽ ഷിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മറ്റാരോ അവർക്ക് സൂചന നൽകിയതാണ്. ഈ ഗെയിമിൽ ഇങ്ങനെ ഫോണൊക്കെ അലൗഡ് ആണോ എന്ന് ഹൂഷു അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ഗെയിമല്ലേ, കാര്യങ്ങളൊക്കെ അത്ര സീരിയസ് ആയി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവുന്നുണ്ട്. ഹൂഷു ആ മെഡൽ അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാമെന്ന് കരുതി പുറത്തെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ പുറത്തിറങ്ങിയപ്പോഴാണ് നേരത്തെ രക്ഷപ്പെട്ടു പോയവർ തിരികെ ആ വഴിക്ക് തന്നെ ഓടി വന്നത്. അവരുടെ പിന്നാലെ 2 ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. രക്ഷപ്പെടാനായി ഹൂഷുവിനെ തള്ളി നിലത്തേക്ക് എറിഞ്ഞിട്ടാണ് അവർ താഴേക്ക് ഇറങ്ങി പോയത്. ഓഫീസേഴ്സും അവളെ മൈൻഡ് ചെയ്യാതെ അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ജനറൽ ഷിൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി കൈ നീട്ടിയത്. ശത്രുവാണെങ്കിലും അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ എഴുന്നേൽക്കുന്നു. ഇങ്ങനെ ഓഫീസ് റൂം ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ തുറന്നിട്ടിട്ട് പോയതിന് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവളുടെ ഒരു കാലിലെ ചെരുപ്പ് ഊരി ദൂരേക്ക് വീണിരുന്നു. അവനതെടുത്ത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ തനി ഇട്ടോളാമെന്ന് അവൾ പറയുന്നുണ്ട്. അല്ലെങ്കിലും എനിക്കിട്ട് തരാൻ ഒരു ഉദ്ദേശവുമില്ലെന്ന് പറഞ്ഞ് അത് അവൻ അവളുടെ മുന്നിലേക്ക് ഇടുന്നു. ചമ്പലോടെ ആണെങ്കിലും അവൾ തനി അത് കാലിലേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും നേരത്തെ ആ കള്ളന്മാരുടെ പുറകെ ഓടിപ്പോയ ഓഫീസേഴ്സ് തിരികെ എത്തുന്നു. തൻ്റെ ഓഫീസിനുള്ളിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ജനറൽ ഷിൻ അവർക്ക് ഓർഡർ നൽകുന്നു. അവൻ ഇപ്പോൾ തന്നെ ഹൂഷുവിന് സംശയമുണ്ട് എന്നർത്ഥം. എന്തായാലും ആ ഓഫീസേഴ്സ് അകത്ത് പോയി ചെക്ക് ചെയ്ത് വന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് മിസ്സായിട്ടുണ്ട്, അല്ലാതെ പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അവനെ അറിയിക്കുന്നു. ഹൂഷു നേരത്തെ ആ മെഡൽ അതിനുള്ളിൽ വെക്കാനെടുത്തെങ്കിലും ആ റൂം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് കാരണം അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ശ്രദ്ധ എല്ലായിടത്തും എത്താൻ സാധ്യതയുണ്ട്. പുതിയതായൊരു സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ അതവൻ പെട്ടെന്ന് അറിയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതിനാൽ ആ സമയത്ത് അവളത് അവിടെ വെക്കാതെ തിരികെ ബാഗിൽ തന്നെ വെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഇങ്ങനെ അവളെ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ഷീനിന് തൽക്കാലം അവളെ വിശ്വസിച്ചല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഫയൽ നേരത്തെ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടും അവർക്ക് പിന്നാലെ പോകാതെ ഇവനിങ്ങനെ റിലാക്സ് ആയിരിക്കുന്നത് എന്താണെന്ന് ഹൂഷു ചോദിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ അങ്ങനെ പ്രധാനപ്പെട്ടതൊന്നും സൂക്ഷിക്കാറില്ല എന്ന് അവൻ പറയുന്നു. അവൾ എന്തിനാണ് വന്നതെന്നും അന്വേഷിക്കുന്നുണ്ട്. അവൾ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ആ ഡോക്യുമെൻ്റ് എടുത്ത് അവനെ കാണിച്ചിട്ട് അവനുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഡോക്യുമെൻ്റാണിത്, അത് സൈൻ ചെയ്യുകയാണെങ്കിൽ അവൻ എന്താണ് ഗുണം എന്നുള്ള കാര്യം പറയാൻ അവൾ മറന്നു പോകുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പെടുത്ത് അവളത് വായിച്ച് നോക്കിയിട്ട് അതേപോലെ പറയുന്നുണ്ട്. ജനറൽ ഷിന്നിന് ഇതൊക്കെ കണ്ടപ്പോൾ പുച്ഛമാണ്.
ഹൂഷു ഒന്നും മൈൻഡ് ചെയ്യാതെ അവൻ തൻ്റെ ഭാഗത്ത് ചേരുകയാണെങ്കിൽ മേയർ അവനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. പക്ഷേ അവൻ അങ്ങനെയൊന്നും അവളെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നിന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ നിൻ്റെ ആത്മാർത്ഥത എൻ്റെ മുന്നിൽ തെളിയിക്കണം എന്നവൻ ആവശ്യപ്പെടുന്നു. എന്താത്മാർത്ഥതയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. ഫോർമുലയുടെ കാര്യമായിരിക്കുമോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഗെയിമിൽ കയറിയ സമയത്ത് അവൾക്ക് ആ ഫോർമുല എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. അവളിൽ നിന്ന് ഇപ്പോഴും അത് നേടിയെടുക്കാൻ പറ്റും എന്നാണ് അവൻ്റെ പ്രതീക്ഷ. അവളത് അറിയാത്ത വട്ടിലിരുന്നപ്പോൾ അവൻ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്. ഹൂഷു പെട്ടെന്ന് അവനെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അവൻ ആവശ്യപ്പെടുന്ന കാര്യം നൽകാൻ തയ്യാറാണ്. അന്ന് രാത്രി 10 മണിക്ക് ഡാൻസിങ് ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവൾ നേരെ പോയത് കഴിഞ്ഞ തവണ തനിക്ക് കിട്ടിയ ക്യാരക്ടർ സെയിം പോലെ തന്നെയാണോ ഇപ്പോഴും ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാനായിരുന്നു. അങ്ങനെ ഒരിടത്ത് മറന്നു നിന്ന് അവൾ തൻ്റെ പഴയ ക്യാരക്ടറിനെ വാച്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഗെയിമിൽ നടന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ആ ഫോമുല ഒരാൾ അവളുടെ ഫസ്റ്റ് ക്യാരക്ടറിന് കൊണ്ട് കൊടുക്കുന്നതാണല്ലോ. അത് നടക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ആ പോസ്റ്റ്മാനെ തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടിയിട്ട് ആ കത്ത് തട്ടിയെടുക്കുന്നു. അവൾ പറഞ്ഞ സമയത്ത് തന്നെ ജനറൽ ഷീൻ ആ ക്ലബ്ബിലെത്തുന്നുണ്ട്. അവൻ വരുമ്പോൾ കഴിഞ്ഞ ഗെയിമിൽ അവൾ അവൻ്റെ മുന്നിലിരുന്ന് കുറച്ച് സ്വീറ്റ്സ് കഴിച്ചിരുന്നല്ലോ. ആ സ്വീറ്റ്സ് അവൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നോട്ടം കണ്ട് അവൾ അതിൽ നിന്ന് അവന് നീട്ടുന്നുണ്ടെങ്കിലും അവൻ വാങ്ങുന്നില്ല. അതോടെ അവളൊന്ന് മാറ്റി വെച്ചിട്ട് ബാഗിലുണ്ടായിരുന്ന ആ ഫോമുലയും അതേപോലെ തന്നെ ആ ഡോക്യുമെൻറ്റും അവൻ്റെ മുന്നിലേക്ക് എടുത്ത് വയ്ക്കുന്നു. പക്ഷെ ഫോമുല കൊടുക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അത് നൽകണമെങ്കിൽ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഞാനൊരു വാക്ക് തന്നിട്ടില്ല, എനിക്കങ്ങനെ ആരും എന്നോട് വില പേശുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് സൈൻ ചെയ്യില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഈ ഫോമുല തരില്ല എന്ന് പറഞ്ഞ് അവളും അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവൾ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അതവിടെ മേശപ്പുറത്ത് വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ കരുതിയത് അവൻ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ തയ്യാറാണ് എന്നാണ്. അങ്ങനെ അവൾ അതെടുത്ത് അവിടെ വയ്ക്കുന്നു. അതിനുശേഷം ഡീൽ ഉറപ്പിച്ചു എന്ന രീതിയിൽ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവൻ്റെ ഓഫീസേഴ്സ് അവൻ ഓർഡർ നൽകിയതനുസരിച്ച് വന്ന് അവളെ പിടികൂടുന്നു. ഇത് ചീറ്റിംഗ് ആണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രത്യേകിച്ചൊന്നും പ്രോമിസ് ചെയ്ത് തന്നില്ലല്ലോ, നീയല്ലേ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, മാത്രമല്ല നീ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഫോമുല ശരിക്കുള്ളതായിരിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ ആ മേശപ്പുറത്ത് വെച്ച കവർ എടുത്ത് അവൻ പരിശോധിക്കുന്നു. അതിൽ ശരിക്കും അവനെ കൊടുക്കാനുള്ള ആ മെഡലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പക അത് വീട്ടാനുള്ളതാണ് എന്നൊരു ഡയലോഗും. അവൻ അത് താഴെയിട്ടിട്ട് അപ്പോൾ തന്നെ അവളെ വെടിവെച്ച് കൊല്ലാനായി തോക്കെടുക്കുന്നു. പക്ഷേ ഹൂഷു പെട്ടെന്ന് ആ തോക്കിൽ കയറി പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ അത് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചതല്ല. അവനും ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ നമ്പർ നിൽക്കുകയാണ്. അവൾ ചമ്മലോടെ പതുക്കെ തോക്ക് അവൻ്റെ കയ്യിൽ തന്നെ തിരികെ പിടിപ്പിച്ചിട്ട് എന്നെ കൊല്ലരുത്, ഇപ്പോൾ എന്നെ കൊന്നാൽ നിനക്ക് തന്നെയാണ് നഷ്ടം. ആ ഫോർമുല എവിടെയാണ് എന്ന് ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് നിനക്ക് നൽകാമെന്ന് അവൾ പറയുന്നു. അവൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ അവൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ രാത്രി 11 മണിക്ക് വേറൊരു കാസിനോയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവൻ തൽക്കാലം അവളെ കൊല്ലാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ പറഞ്ഞ സമയത്ത് തന്നെ അവൾ കാസിനോയുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിലും കുറേ സമയം അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി അവൾ അതിനകത്തേക്ക് കയറുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയെങ്ങനെ കാത്തിരുന്ന് അവന് ഭ്രാന്ത് പിടിച്ചിട്ട് വല്ല കാണിച്ചാലോ എന്ന് പേടിച്ച് അവൾ അകത്തേക്ക് തന്നെ കയറാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മറ്റേ മിനിസ്റ്റർ വന്ന് അവളുടെ പുറകിലൂടെ അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ആ ഫോമുല അവളുടെ കയ്യിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് തട്ടിയെടുക്കാനാണ് അയാൾ വന്നിരിക്കുന്നത്. അങ്ങനെ അയാൾക്കൊപ്പം അവൾക്ക് പോവേണ്ടി വരുന്നു. അയാൾ അവളെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തടവിലാക്കുന്നുണ്ട്. ആ ഫോമുല നൽകാൻ കുറേ പറയുന്നുണ്ടെങ്കിലും അവളത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എങ്കിൽ പിന്നെ അവളെ കൊന്നു കളയാൻ പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നു. ജനറൽ ഷീൻ ഈ സമയമെല്ലാം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പറഞ്ഞ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവളെ കാണാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴാണ് നേരത്തെ അവൾ ആ ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന സ്വീറ്റ്സിൽ ഒരെണ്ണം അവിടെ നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടത്. അതോടെ അവളവിടെ വന്നിരുന്നുവെന്ന് അവൻ മനസ്സിലാവുന്നു. ചുറ്റും ചെക്ക് ചെയ്തപ്പോൾ ആ സ്വീറ്റ്സ് അവന് ഡയറക്ഷൻ നൽകാൻ ഇട്ടിരിക്കുന്നത് പോലെ ഒരു വഴിയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോയിരിക്കുന്ന അവൻ കാണുന്നു. ഇത്തവണയും ഗെയിമിൽ ജയിക്കാൻ പറ്റില്ല എന്ന് കരുതി ഹൂഷു ഈ സമയം ആകെ നിരാശയായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജനറൽ ഷീൻ അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നത്. അവൾ ആ വഴിയിൽ ഇട്ടിട്ട് പോന്നിരുന്ന സ്വീറ്റ്സ് ഫോളോ ചെയ്താണ് അവൻ ഇവിടെ വരെ എത്തിയത്. അവൻ ശരിക്കും തന്നെ കണ്ടെത്തിയത് അവളെ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ ഫോമുല ഇപ്പോഴും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾക്ക് എഴുന്നേൽക്കാനായി അവൻ കൈ നീട്ടിയത്. അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ ശേഷം അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് അവൾ പുഞ്ചിരിയോടെ അറിയിക്കുന്നു. അവളെ രക്ഷപ്പെടുത്തി സേഫായൊരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ആ സ്വീറ്റ്സ് അങ്ങനെ വഴിയിൽ ഇട്ടിട്ട് പോയത്, അത് കാണുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് കരുതിയുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാനിവിടെ വന്നിരുന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്താമല്ലോ, നിനക്ക് തന്ന പ്രോമിസ് പാലിച്ചു എന്ന് നിനക്ക് ഉറപ്പാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയെണ്ണം ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടുണ്ട് ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൾ കൂടുതൽ തർക്കിക്കുന്നില്ല. അവൾക്ക് ശരിക്കും തന്നോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ഫോമുല തനിക്ക് നൽകാൻ അവൻ ആവശ്യപ്പെടുന്നു. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി നേരിട്ട് അവൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. അവനും ഫോളോ ചെയ്യുന്നുണ്ട്.
അവൾക്ക് ആ ലെറ്റർ കിട്ടിയ പോസ്റ്റ് ഓഫീസിനടുത്ത് തന്നെ ഒരു ബോക്സിനടിയിലായി അവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അവളത് അവനടുത്ത് നൽകുന്നു. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ കുറച്ച് ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ ജനറൽ ഷിന്നിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് അവൾ നൽകിയ ആ കവർ പുറത്തേക്ക് എടുക്കുന്നു. പക്ഷേ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മെഡൽ താഴെ വീഴുന്നു. അതോടെ അവനെതിരായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ അവനിപ്പോൾ ട്രാപ്പിലായിരിക്കുന്നു. ഊഷു തൻ്റെ റിവെഞ്ച് നേടാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തോടെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ അവൾ നേരത്തെ തന്നെ ഈ മിനിസ്റ്ററുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. അവളെ കൊല്ലാൻ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അയാളുമായി ഈ ജനറൽ ഷിന്നിനെ പരാജയപ്പെടുത്താനുള്ള വഴിയുണ്ട്, സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഡീലുണ്ടാക്കിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡ്രാമ അവിടെ നടന്നതും ഷിൻ ട്രാപ്പിലായതും. ഇങ്ങനൊരു തിരിച്ചടി ഷിൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവളെ കൈയടിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല. തൽക്കാലം ജയിച്ചെങ്കിലും അവസാനം ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും, നേരാവാൻ പോകുന്നത് ആരാണെന്ന് നീ നേരിട്ട് കണ്ടോളാൻ പറഞ്ഞ് അവൻ ചെറുതായിട്ട് വെല്ലുവിളിക്കുന്നുമുണ്ട്. അത് കാണാൻ തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. കാണികൾക്കിടയിൽ നിന്ന് ആരാണ് നേരാവാൻ പോകുന്നതെന്ന് നീ ശരിക്കും കണ്ടോളാൻ പറഞ്ഞ് അവളും തിരിച്ചും വെല്ലുവിളിക്കുന്നു. ആ ഓഫീസേഴ്സിൻ്റെ കൂടെ തൽക്കാലം അവന് പോവേണ്ടി വരുന്നു. അങ്ങനെ അവൻ തൽക്കാലത്തേക്കാണെങ്കിലും അറസ്റ്റിലായിരിക്കുന്നു. ഊഷുവിന് സന്തോഷമായെന്ന് പറയണ്ടല്ലോ. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ സപ്പോർട്ട് ചെയ്ത ചീഫ് തന്നെയാണ് ഇത്തവണ മേയറായത്. പക്ഷേ ആ വിജയം കാണാനായി കാണികൾക്കിടയിൽ അവൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ജനറൽ ഷിൻ ഉണ്ടായിരുന്നില്ല. അതവളെ ശരിക്കും നിരാശയാക്കുന്നു. അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്ര കഷ്ടപ്പെട്ട് ജയിച്ചത്. അപ്പോൾ ആ ജയം കാണാൻ അവനില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സുഖം. ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾ നല്ല ഉത്സാഹത്തിലായിരുന്നു. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് വേറെ 2 പ്ലേയേഴ്സിനോടായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട NPC ഏതാണെന്ന് എഴുതിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡയലോഗൊക്കെ വേണമെങ്കിൽ എഴുതി അവിടെ ഒട്ടിക്കാമെന്ന് പറയുന്നത് അവൾ കേട്ടത്. ലവും സപ്പോർട്ടും മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവൾ അടുത്തേക്ക് എന്ന് ചോദിക്കുന്നു. നെഗറ്റീവ് കമൻറ്റ്സ് എഴുതുന്നത് മോശമല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊരു പേപ്പർ പിടിച്ചു വാങ്ങിയിട്ട് അതിൽ നെഗറ്റീവായിട്ട് തന്നെ കമൻറ്റ് എഴുതുന്നു. എന്നിട്ട് അതുകൊണ്ട് ഈ ജനറൽ ഷിന്നിൻ്റെ മുഖത്ത് തന്നെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. കുറുക്കന്മാർക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് അന്നെ എഴുതുന്ന രീതിയിലാണ് അവളത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ബോസിൻ്റെ കോൾ അവൾക്ക് വരുന്നത്. ജോലിക്ക് പോയിട്ട് കുറേ കാലമായല്ലോ, അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങുന്നു. ശരിക്കും അവൾക്ക് പോവേണ്ടി വന്നതാണ്. അവളുടെ ബോസ് അവളുടെ ലീവ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവൾക്ക് തിരികെ കയറേണ്ടി വന്നത്. അയാൾ പുതിയതായിട്ട് ഒരു പെറ്റ് ഡോഗിനെ വാങ്ങിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അയാൾക്ക് ഒരാളെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി പിടിച്ച് അവളെ തിരികെ വരുത്തിയിരിക്കുന്നത്. ഊഷുവിനെ ഇത് കേട്ടപ്പോൾ നല്ല കളി കയറുന്നുണ്ട്. ആ ഡോഗിനെ അതിൻ്റെ സലൂണിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെയാണ് അയാൾ അവളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കിടെക്റ്റിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ശരിക്കും അവിടെ ബയോഡേറ്റ നൽകിയത്. പക്ഷേ ആ സമയത്ത് അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല. തൽക്കാലത്തേക്ക് ഇയാളുടെ അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറിയ ശേഷം പിന്നീട് അവളെ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നായിരുന്നു അന്ന് അയാൾ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നത്. പക്ഷേ 3 വർഷമായിട്ടും അയാൾ ഇതുവരെ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും തനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ നൽകാൻ തയ്യാറാണോ എന്ന് അവൾ അന്വേഷിക്കുന്നു. ഈ 3 വർഷം ഈ ഒരു കരിയറിൽ നല്ലതായിട്ട് പെർഫോം ചെയ്ത സ്ഥിതിക്ക് ഇതിൽ തന്നെ തുടർന്നാൽ പോരെ എന്നൊക്കെ അയാൾ ആദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾ അതിൽ നിൽക്കില്ല എന്ന് തോന്നിയപ്പോൾ അധികം വൈകാതെ ട്രാൻസ്ഫർ നൽകാമെന്ന് പറയുന്നു. പക്ഷേ അത്ര ഉറപ്പുള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഒന്നും മിണ്ടാതെ അവൾ ആദ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഗെയിമിനുള്ളിൽ വെച്ച് അവളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ജനറൽ ഷിൻ പറഞ്ഞ ഒരു ഡയലോഗ് അവൾക്ക് ഓർമ്മ വന്നത്. അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ബോസിനോട് താൻ ഈ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് പറയുന്നു. അയാൾ ഈ സമയത്ത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്കിട്ട് പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ കോഫി മെഷീനിൽ കഴിഞ്ഞ മാസം കുറേ പാറ്റകൾ ചത്ത് കിടപ്പുണ്ടായിരുന്നു. കുറേ ജോലിക്കാരെല്ലാവരും കൂടിയാണ് അത് ക്ലീൻ ചെയ്തത് എന്നൊക്കെ അയാൾ പറയുന്നു. അയാൾക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അയാൾ വേഗം ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. സത്യത്തിൽ അതിൽ പാറ്റയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് പോരാമെന്ന് കരുതി അവൾ അങ്ങനെ പറഞ്ഞതാണ്. ജോലി റിസൈൻ ചെയ്തെങ്കിലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്.